ഇന്ന് നമ്മുടെ എയ്സിൽ ബേബിയുടെ ബർത്ത്ഡേ ആണ്. എയ്സുപ്പയ്ക്ക് 1 വയസ്സാകുവാണ്. മുഷ്റബിലുള്ള താജ് മഹാരാജ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ഫംഗ്ഷൻ. അക്കാഡമിയിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 8 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. എൻ്റെ അക്കാഡമിയിലെ അഡ്മിൻ്റെ മകളാണ് എയ്സിൽ. ബാക്കി എല്ലാവരും നേരത്തെ തന്നെ എത്തിയിരുന്നു. കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെയായി എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു വെൽക്കം ഡ്രിങ്കും എടുത്ത് കുറച്ചു നേരം സംസാരിച്ച് അങ്ങനെയിരുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം വൈകുന്നേരം ആയതുകൊണ്ട് ഈവനിങ് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ഒത്തുകൂടുന്നത് വളരെ റെയറാണ്. നമ്മളുടെ ബർത്ത്ഡേകൾ ആൾക്കൂട്ടത്തിൽ എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ ഓരോരുത്തരുടെയും കയ്യിലൂടെ ഇങ്ങനെ കൈമാറി പോവുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കയ്യിലും കിട്ടി. സ്ഥിരം കാണുന്ന മുഖമായതുകൊണ്ടായിരിക്കണം വലിയ ഭാവവ്യത്യാസമൊന്നും കാണുന്നില്ല. അവളങ്ങനെ കളിച്ചും ചിരിച്ച് നടക്കുവാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എസ്പയെ ഹോസ്പിറ്റലിൽ പോയി കണ്ടതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ ആൾ ചട്ടമ്പിയായിട്ടുണ്ട്. സംസാരിക്കാനൊന്നും ആയിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ കൈ ചൂണ്ടി വഴക്കൊക്കെ പറയുന്നത് കേൾക്കാം. ബർത്ത്ഡേക്ക് പുതിയ ഫ്രോക്കും ഇട്ട് തലയിൽ ഒരു ക്യൂട്ട് ബോവും വെച്ച് കലപില കാണിച്ച് നിൽപ്പുണ്ട്. ക്യൂട്ട് ഏസുപ്പയ്ക്ക് ഒരു ക്യൂട്ട് വിഷും അറിയിച്ച് ഫംഗ്ഷൻ സ്റ്റാർട്ടായി. ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത് ഫോട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കേക്ക് കട്ടിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഗെയിംസായി. ലിമി ചേച്ചി ആദ്യം എനിക്ക് തന്നെ പണി തന്നു. എല്ലാവർക്കും ഓരോ ബലൂൺ തന്നിട്ട് വീർപ്പിക്കാൻ പറഞ്ഞു. ഒരു രക്ഷയും ഇല്ല. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും ഇത് വർക്കാവുന്നില്ല. ഏട്ടൻ പുറത്തു നിന്ന് തന്നെ കളിയാക്കുന്നുണ്ട്. വേറെ ഒന്നും നോക്കിയില്ല. അടുത്ത് നിന്ന ചേച്ചീനോട് കടം വാങ്ങി. ആദ്യ റൗണ്ടിൽ തന്നെ ശുഭം. ഏട്ടൻ ഇവിടെ എക്സ്പേർട്ടായി ഗെയിം കളിക്കുന്നുണ്ട്. ഇത് കളിക്കാനായി ഇങ്ങോട്ട് വന്ന പോലെ തലങ്ങും വലങ്ങുമായിട്ട് ഓടുന്നുണ്ട്. എന്തായാലും കളി ജയിച്ചു. ഗിഫ്റ്റ് കൊടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ഞങ്ങൾ അവസാനം കയറാമെന്ന് വെച്ചു. ബർത്ത്ഡേ ഇൻവിറ്റേഷൻ കിട്ടിയ അന്നു മുതൽ ഏസുപ്പയ്ക്ക് എന്ത് ഗിഫ്റ്റ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. അപ്പോഴാണ് ഏസുപ്പയെ ഒന്ന് വരച്ചാലോ എന്ന് ആലോചിച്ചത്. കഴിഞ്ഞ ആഴ്ച ഏസുപ്പ അക്കാഡമി വന്നപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. അതിൽ നിന്ന് പറ്റിയൊരെണ്ണം നോക്കിയെടുത്തു. പിന്നെ സമയം കിട്ടുമ്പോൾ കുറച്ച് വരച്ചു തുടങ്ങി. പൊന്നു കാണുമ്പോഴൊക്കെ എക്സൈറ്റഡ് ആണ്. ഞാൻ എപ്പോഴും അവസാനം വരെ വെയിറ്റ് ചെയ്യും. എങ്ങാനും രൂപസാദൃശ്യം വന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആർക്കും വരച്ച ചിത്രങ്ങളൊന്നും കൊടുക്കാറില്ല. ദൈവം സഹായിച്ച് ഓക്കെ വന്നിട്ടുണ്ട്. സ്റ്റേജിൽ കയറി ഏസുപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ വരയ്ക്കുന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് അഡ്മിന് ചെറിയ ഹിൻഡ് കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ തുറന്നു നോക്കി. ഏസുപ്പയ്ക്ക് സംഭവം മനസ്സിലായിട്ടില്ല. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. അഡ്മിനും ടൈറ്റസൈഡിനും വളരെ ഇഷ്ടപ്പെട്ടു. അതാ മുഖത്ത് നിന്ന് വായിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഗിഫ്റ്റ് എന്തായാലും എപ്പോഴും അവരുടെ വീട്ടിലെ വാളിലോ ടേബിൾ ടോപ്പിലോ ഉണ്ടാകും. ഏസു വലുതാകുമ്പോൾ അവൾക്ക് കാണുമ്പോൾ ഓർക്കാലോ. ഹൃദയം തൊടുന്നൊരു ഗിഫ്റ്റ് ഏസുപ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. ക്യൂട്ട് ഏസുവിനോടൊപ്പം ഒരു ക്യൂട്ട് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നോമ്പായതുകൊണ്ട് വെച്ചാണ് ഞങ്ങൾ എടുത്തത്. ഫുഡും കഴിച്ച് കുറച്ചു നേരം കൂടി എല്ലാവരോടും സംസാരിച്ചിരുന്നു. ഒരു 10 മണി കഴിഞ്ഞതുകൂടി ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. നാളെ രാവിലെ തന്നെ ക്ലാസ്സുകൾ ഉള്ളതാണ് ഞങ്ങൾക്ക്. 1ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഏസൽ ബേബിക്ക് ഞങ്ങളുടെ ഏസുപ്പയ്ക്ക് ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ഒരുപാട് ഇഷ്ടത്തോടെ